നമസ്കാരം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് മോഹിനി ഏകാദശി. മഹാമേരുവിനൊപ്പം വരുന്ന പാപമാണെങ്കിൽ പോലും തീരാൻ ഫലം നൽകുന്ന ഈ ഏകാദശിയെ പറ്റിയാണ് ഇന്നു പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപമെടുത്ത ദിവസമായതിനാലാണ് മോഹിനി ഏകാദശി എന്ന പേര് വന്നത്. ഈ ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് മോഹമാകുന്ന മായാജാലത്തിൽ നിന്നും മുക്തി നേടാനും എല്ലാ പാപങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാക്കാനും സാധിക്കും. ഈ ദിവസം ഭഗവാനെ മോഹിനി രൂപത്തിൽ പ്രാർത്ഥിച്ചാൽ സകല ധർമ്മ കാമങ്ങളും ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ശ്രീരാമചന്ദ്രനോട് വസിഷ്ഠമുനി പറഞ്ഞ വ്രത മാഹാത്മ്യ കഥ ഇപ്രകാരമാണ്. സരസ്വതി നദിയുടെ തീരത്തുണ്ടായിരുന്ന ഭദ്രാവതി നഗരത്തിൽ ദ്യുതിമാൻ എന്ന ചന്ദ്രവംശ രാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ധനപാലൻ എന്നൊരു വൈശ്യൻ അവിടെ താമസിച്ചു പോന്നിരുന്നു. വളരെ നന്മയുള്ള ആ മനുഷ്യന് 5 ആൺമക്കൾ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അഞ്ചാമനായ ദൃഷ്ടബുദ്ധി വളരെ മോശമായ കൂട്ടുകെട്ടുകളിലും പ്രവൃത്തികളിലും ഏർപ്പെട്ട് തെറ്റായ രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പലതവണ താക്കീത് ചെയ്യപ്പെട്ടുവെങ്കിലും മാറാത്ത അവനെ രാജാവ് നാടുകടത്തുകയും അവൻ കാട്ടിലെത്തപ്പെടുകയും ചെയ്തു. കാട്ടിലെ മൃഗങ്ങളെയൊക്കെ ചുട്ടുതിന്നും മറ്റും കഷ്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ഒരിക്കൽ അവൻ കൗടിന്യമുനിയെ കാണാനിടയായി. അദ്ദേഹം തീർത്ഥസ്നാനം കഴിഞ്ഞു വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹത്തു നിന്നും ഒരു തുള്ളി ജലം ദൃഷ്ടബുദ്ധിയുടെ പുറത്തേക്ക് തെറിച്ചു വീഴുകയുണ്ടായി. അപ്പോൾ തന്നെ ദൃഷ്ടബുദ്ധിക്ക് മനംമാറ്റമുണ്ടായി പശ്ചാത്തപിക്കാൻ തുടങ്ങി. അവൻ മുനിയോട് തൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തത്തിനൊരു ഉപായം ചോദിച്ചു കേണു. മുനി അവനോട് ഈ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ മോഹിനി ഏകാദശി ആചരിക്കാൻ പറയുകയുണ്ടായി. അങ്ങനെ ദൃഷ്ടബുദ്ധി ഏകാദശി അനുഷ്ഠിക്കുകയും സ്വർഗലോകം പോകുകയും ചെയ്തു എന്നാണ് കഥ. ഈ കഥ ശ്രീരാമ വസിഷ്ഠ സംവാദ രൂപത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായാണ് പത്മപുരാണത്തിൽ വിവരിക്കുന്നത്. ഈ കഥ കേൾക്കുകയോ പറയുകയോ ചെയ്താൽ ഗോദാനം ചെയ്ത ഫലം ലഭിക്കുന്നു എന്നാണ്. ഇത്തവണ മോഹിനി ഏകാദശി വരുന്നത് മെയ് 19 ഞായറാഴ്ചയാണ്. തലേന്ന് ദശമി നാളിൽ ഒരിക്കലെടുക്കുക. ഏകാദശി ദിനത്തിൽ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസമായോ പാലും പഴങ്ങളും ഭക്ഷിച്ചോ തുളസീതീർത്ഥം മാത്രം സേവിച്ചോ വ്രതമെടുക്കാവുന്നതാണ്. സസ്യാഹാര ഭക്ഷണം, ബ്രഹ്മചര്യനിഷ്ഠ, പകലുറക്കം പാടില്ല, എണ്ണ തേച്ച് കുളിക്കരുത്, ധാന്യഭക്ഷണം പാടില്ല തുടങ്ങിയ വ്രതനിഷ്ഠകൾ പാലിക്കുക. വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുക. വൈശാഖ മാസം ഭഗവാന് ഏറെ പ്രിയപ്പെട്ട മാസമാണ്. ഈ മാസത്തിലെ ഏകാദശിയും അതുകൊണ്ട് തന്നെ വളരെ വിശേഷമാണ്. പിറ്റേന്ന് ദ്വാദശി നാളിൽ രാവിലെ ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഏകാദശി തിഥി മെയ് 18 ശനിയാഴ്ച രാവിലെ 11:23 ആരംഭിച്ച് മെയ് 19 ഉച്ചയ്ക്ക് 1:50 അവസാനിക്കും. ഹരിവാസര സമയം മെയ് 19 രാത്രി 8:22 അവസാനിക്കുന്നു. പാരണ സമയം മെയ് 20 രാവിലെ 5:47 മുതൽ 8:25 വരെയാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഒരുവന് ദാനധർമ്മങ്ങളെക്കാളും യജ്ഞങ്ങളെക്കാളും പുണ്യം ലഭിക്കുന്നുവെന്നും 1000 പശുക്കളെ ദാനം ചെയ്ത ഫലം ലഭിക്കുന്നുവെന്നുമാണ് പുരാണങ്ങളിൽ പറയുന്നത്. സീതാദേവിയുടെ വിയോഗത്തിൻ്റെ ദുഃഖത്തിൽ നിന്നും മുക്തി നേടുവാൻ വസിഷ്ഠമുനിയുടെ ഉപദേശപ്രകാരം ശ്രീരാമൻ ഈ വ്രതം എടുത്തുവെന്നും ഐതിഹ്യമുണ്ട്. അറിയാതെ ചെയ്തുപോയ പാപങ്ങളിൽ നിന്നു പോലും മുക്തി നേടുവാൻ ഈ വ്രതം ഫലമേകുന്നു.